ഹലോ ഗൈസ്, ഇന്നൊരു പുതിയ ഐറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയത്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ കൊണ്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ആദ്യം പൈനാപ്പിൾ നന്നായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം. ചെത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ ചെത്തിയെടുക്കണം. മുള്ള് നന്നായിട്ട് കളയണം, ഇല്ലെന്നുണ്ടെങ്കിൽ നാക്ക് കടിക്കും. അത് ഞാൻ പ്രത്യേകം പറയുവാണേ. അതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ചെത്തി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അറഞ്ചം പുറച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് ഒന്ന് വെട്ടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ ഉപ്പും മുളകും ഒക്കെ ഇല്ലേ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടേ. അങ്ങനെ ആ ഉപ്പും മുളകും ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഞാൻ ഇവിടെയില്ലേ ഒന്ന് കുഴച്ച് തിരുമിയെടുത്ത് അതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ആ പൈനാപ്പിളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ആ ഉപ്പെല്ലാം കൂടെ അതിനകത്തോട്ടാകണം. എന്നാലേ ഉള്ളതായിട്ട് ഞാൻ ഇപ്പോൾ അറഞ്ചം പുറഞ്ച് അതിനെ ചന്നം പിന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ മുളകെല്ലാം മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ അതിനെ ഒരു നല്ല തുണിയായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ആ നല്ല തുണിയും കൊണ്ട് ഞാൻ അതിനെ ഒന്ന് തുണിയിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ തുണി അലക്കുന്ന പോലെ ഞാൻ അതിനിട്ട് നന്നായിട്ടൊന്ന് അലക്കിയെടുത്തു. എന്തായാലും സംഭവം പൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം സൂപ്പറായിരുന്നു. മാങ്ങയൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കത്തില്ലേ, അതുപോലെ ഉള്ളൂ. ഞാൻ പൈനാപ്പിൾ ചെയ്ത് നോക്കി. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു. കിയാരയ്ക്ക് കൊടുത്തു, കിയാരയും കഴിച്ചു കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ മാമൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്കെല്ലാവർക്കും കൊടുത്തു. എന്തായാലും സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇങ്ങനെ എന്തായാലും സൂപ്പറായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.